ഗുരുദേവന്റെ ഒരു പടം കൊണ്ട് മാത്രം എങ്ങനെയാണ് ഗുരുദേവൻ വീട്ടിൽ ഉണ്ടാവുക? അല്ലേ അല്ലേ മാറി ചിന്തിക്കണ്ടേ നമ്മൾ? ഗുരുദേവന്റെ ആളാണ്, നമ്മൾ 60 പേര് SNDPയുടെ യോഗത്തിന്റെ പരിപാടിക്ക് പോയി എന്നതിനൊക്കെ അപ്പുറം ഗുരുദേവന് നിങ്ങളുടെ വീടും നിങ്ങളുമായിട്ട് എന്ത് സ്വാധീനമാണുള്ളത്? അല്ലേ? നമ്മുടെ സർവ്വ ദുഃഖങ്ങളും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആഡംബരങ്ങളൊക്കെ കൂടുന്നു. എല്ലാ സംവിധാനങ്ങളും പഴയ ഒരു കാലത്തെ അപേക്ഷിച്ച് എല്ലാ സംവിധാനങ്ങളും വീടുകളിൽ വന്നു. കുടുംബങ്ങൾ വളരെ വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് വന്നു. മക്കളുമാര് വിദ്യാഭ്യാസം ചെയ്തു. ഇഷ്ടം പോലെ പണം വരാൻ തുടങ്ങി. പക്ഷേ സമാധാനം എവിടെയോ നഷ്ടപ്പെട്ടു. മക്കളെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിലൊക്കെ ഓടിക്കയറി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന അമ്മമാർ വിദ്യാഭ്യാസം കൊണ്ട് ഒട്ടും കുറവുള്ളവരായിരുന്നില്ല. ആണോ? അല്ലേ? കഴിഞ്ഞ ആ വീഡിയോ കണ്ടില്ലേ? ചെറിയൊരു പിഞ്ച് കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് പോകുന്ന ആ കുഞ്ഞ് അമ്മയെ തിരിച്ച് പുറകോട്ട് വലിക്കുക, വേണ്ടമ്മ വേണ്ടമ്മ എന്ന് പറയുമ്പോ അതിനെയും കൂടെ ചുറ്റി വരിഞ്ഞു കൊണ്ടുപോയി 2 മക്കളെയും കൊണ്ട് ആ കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു അല്ലേ? ജീവിച്ച് കൊതി തീരാത്ത ആ കുഞ്ഞുങ്ങൾ അല്ലേ? കൂട്ടുകാരുമായിട്ട് കളിക്കുന്നത് വരെ പ്ലാൻ ചെയ്ത കുഞ്ഞുങ്ങളായിരിക്കും. നാളെ ഇന്ന കളി കളിക്കാം, നാളെ ഇന്ന ഡ്രസ് ഇടാം, നാളെ ഇന്ന കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാം, നാളെ ഇന്ന എന്തെല്ലാം മോഹങ്ങളുമായിട്ട് കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങളായിരിക്കും. ആ ഒറ്റ രാത്രിയിലെ ഒരു വിഷം നിറഞ്ഞ ചിന്തയിൽ ആ ഒരു അമ്മ, അവർ ജീവിച്ച് കുറേയായി, പക്ഷേ എട്ടുപൊട്ടും തിരിയാത്ത ജീവിതത്തിന്റെ സന്തോഷങ്ങളൊന്നും പൂർണ്ണമാക്കപ്പെടാത്ത അതിന്റെ സന്തോഷങ്ങളിലേക്ക് കടന്നു വരുമ്പോ ആ ജീവിതം ഒരു കന്നാസ് മണ്ണെണ്ണയുടെ മുന്നിൽ, ഓടി വരുന്ന ഒരു ട്രെയിനിന്റെ മുന്നിൽ, ഓടി വരുന്ന ഒരു ബസിന്റെ മുന്നിൽ, ഒരു മുഴം കയറിന്റെ മുന്നിൽ ഹോമിക്കപ്പെടുമ്പോ നമുക്ക് എവിടെയാണ് പുരോഗതി ഉണ്ടായത്? 2 നില മാളികകളും വെട്ടിഫൈഡിന്റെ ടൈലുകളും ഇന്റർലോക്കിന്റെ മുറ്റങ്ങളും AC-യും വലിയ VIP കാറുകളും, ഒരു പോർച്ചിന് വരെ 2 പോർച്ചുകൾ വരെ ആയിരിക്കുന്നു മിക്ക വീടുകളിലും. ഒരംഗത്തിന് തന്നെ 2-3 ഫോണുകളായിരിക്കുന്നു. ഏറ്റവും കൂടിയ പവറുള്ള AC-കൾ സെലക്ട് ചെയ്യുന്നു. ഏറ്റവും പൊക്കമുള്ള ഫ്രിഡ്ജുകൾ വാങ്ങിച്ചു വെക്കുന്നു. പക്ഷേ ഇതൊന്നും ആസ്വദിച്ച് ജീവിക്കാൻ ആ വീട്ടിൽ അംഗങ്ങൾക്ക് കഴിയില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മുടെയൊക്കെ പുരോഗതി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. പോലെ താമസിക്കുമ്പോ അച്ഛനോട് അമ്മ മിണ്ടാതെ, അമ്മയോട് അച്ഛൻ മിണ്ടാതെ, മക്കൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ അമ്മയെ വക്കാലത്ത് പിടിച്ച് അച്ഛനോട് പറയുന്ന വീടുകളാണ് അധികവും. അല്ലേ? അമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കുന്ന വീടുകൾ.